ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു അടയുടെ റെസിപ്പിയാണ്. ഇത് നമുക്ക് രാവിലേക്കോ വൈകുന്നേരത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. നല്ലൊരു നാടൻ അടയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിൽ ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊടി വാട്ടിയെടുത്താലും മതി കേട്ടോ. പൊടി വാട്ടിയെടുക്കാനാണ് ഈസി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരകിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് അളന്നിട്ടൊന്നുമല്ല എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുക. ശർക്കര കുറച്ച് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. കൂടുതൽ വെള്ളത്തിൽ ഉരുക്കിയെടുക്കരുത്. അപ്പോൾ നമുക്ക് വെള്ളം കൂടി പോകും കേട്ടോ. അപ്പോൾ കുറഞ്ഞ വെള്ളത്തിൽ ശർക്കര ഉരുക്കിയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശർക്കരയൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. അതാണ് അളവ് പറയാത്തതിൻ്റെ കാരണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഏലക്കും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയമാകുമ്പോൾ തന്നെ നമ്മുടെ മാവൊക്കെ നല്ല ചൂടൊക്കെ പോയിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് നമുക്ക് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ചൂടാറാനായിട്ട് ആ ചൂടോട് കൂടിയൊന്നും കുഴച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് മാവ് കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. നമ്മുടെ പത്തിരീൻ്റെ ഉരുളനേക്കാളും കുറച്ചുകൂടെ വലുപ്പത്തിലൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചപ്പാത്തി പ്രസ്സിലിട്ടിട്ട് ഒന്നങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് വെക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ പലകയിലിട്ടിട്ട് ഒന്ന് പരത്തിയെടുത്താലും മതി. ഇനി ഓരോന്നിലും നമുക്ക് കുറച്ച് തേങ്ങയുടെ ആ ഒരു ഫില്ലിങ് വെച്ചിട്ട് മറ്റേ ഒരു പത്തിരി വെച്ചിട്ട് ഇതൊന്ന് നല്ല പോലെ ഒന്ന് കവർ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് പലകയിലിട്ട് പരത്തൊന്നും വേണ്ട. നമ്മൾ പ്രസ്സിലിട്ടൊന്ന് അമർത്തിയെടുത്താൽ മതി. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ നമുക്കൊന്ന് ചെയ്ത് വെക്കാം. അതിൻ്റെ ആ ഒരു സൈഡ് നല്ല പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു തവ പാനോ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. ഇത് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക ഇലയിൽ വെച്ചിട്ട് നമ്മൾ മൺചട്ടിയിലൊക്കെ ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിക്കാറ് കേട്ടോ. അപ്പോൾ അങ്ങനെ സൗകര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. നമുക്ക് അങ്ങനെ സൗകര്യം ഇല്ലാത്ത കാരണം തന്നെ നമ്മൾ തവയിലാണ് ചെയ്യുന്നത്. ഒരു ഭാഗം ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം കുറച്ച് നെയ്യൊന്ന് ഇതിൻ്റെ മുകളിലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. നെയ്യ് തേച്ചിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ തിരിച്ചിട്ടിട്ട് നമ്മൾ മറ്റേ ഭാഗത്തും ഇതുപോലെ തന്നെ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ നല്ല പോലെ വേവിച്ചെടുക്കുക. അതിൻ്റെ ആ ഒരു സൈഡൊക്കെ ചട്ടകം വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് തന്നെ നമ്മൾ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല പോലെ വെന്തതിന് ശേഷം നമുക്കിത് തവയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾ ആവിയിലൊക്കെ വേവിച്ചെടുക്കുന്നവരാകും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇന്നത്തെ ഈ നാടൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.